Our next topic, color code of resistors. ഇത് കാണിച്ചിരിക്കുന്നത് കാർബൺ റെസിസ്റ്റേഴ്സ് ആണ്. ഈ കാർബൺ റെസിസ്റ്റേഴ്സ് വളരെ ചീപ്പ് ആണ്. അതിന്റെ സൈസ് വളരെ കോമ്പാക്ട് ആണ്, വളരെ സ്മോൾ സൈസ് ആയതുകൊണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാർബൺ റെസിസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന കളേർഡ് റിംഗ്സിനനുസരിച്ചാണ് അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് there is a color code for this carbon resistors. ആ കളർ കോഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലെ കളേഴ്സ്, ഈ കളേർഡ് റിംഗ്സ് ഈ കാണിച്ചിരിക്കുന്ന കളറുകളിൽ ഏതെങ്കിലും ആകാം. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ, നൺ മീൻസ് നോ കളർ. പിന്നീട് അതിന് ഓരോന്നിനും നേരെ അതിന്റെ ഡിജിറ്റ്സ്, ഓരോ കളർ വരുമ്പോൾ ആ കളർ ഏത് ഡിജിറ്റിനെയാണ് കാണിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കളറിന് നേരെയുള്ള മൾട്ടിപ്ലയർ, ഡെസിമൽ മൾട്ടിപ്ലയർ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കളറിന് ഗോൾഡ്, സിൽവർ ആൻഡ് നോ കളർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ടോളറൻസിന്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വി ആർ കൺസിഡറിങ് എ കാർബൺ റെസിസ്റ്റർ. അപ്പൊ ഒരു കാർബൺ റെസിസ്റ്റർ ഇവിടെ എടുത്തിരിക്കുന്നു. സാധാരണ കാർബൺ റെസിസ്റ്റേഴ്സിൽ 4 കളേർഡ് റിംഗ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ 2 കളേർഡ് റിംഗ്സ്, ഫസ്റ്റ് 2 കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് the first 2 bands from the end indicates the first 2 significant figures of the resistance in ohms. അപ്പൊ ആദ്യത്തെ 2 കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് കളർ ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീൻ എന്ന കളറിന് നേരെ വരുന്ന ഡിജിറ്റ് നോക്കുക. ഗ്രീനിന്റെ നേരെ വരുന്ന ഡിജിറ്റ് 5 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂവിലെ ആദ്യത്തെ ഡിജിറ്റ് വരുന്നത് 5 എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ കളറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഡിജിറ്റ് ആണ്. അതായത് ഫസ്റ്റ് 2 bands from the end indicates the first 2 significant figures ആണ്. ഇപ്പോൾ നമ്മൾ എഴുതിയത് ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എഴുതി. ഇനി രണ്ടാമത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ, അതായത് ആ വാല്യൂവിലെ രണ്ടാമത്തെ ഡിജിറ്റ് നോക്കാം. ഇവിടെ കളർ ബ്ലൂ ആണ്. ബ്ലൂവിന് നേരെ വരുന്ന വാല്യൂ ഡിജിറ്റ് 6 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ റെസിസ്റ്റൻസിന്റെ രണ്ടാമത്തെ ഡിജിറ്റ് വരുന്നത് 56 എന്ന് എഴുതാം. അപ്പൊ ആദ്യത്തെ 2 കളേഴ്സ് ആദ്യത്തെ 2 ഡിജിറ്റ്സിനെ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഗ്രീനിന് നേരെ നമ്മൾ ഗ്രീനിന്റെ കളർ 5 എന്ന് എഴുതി. അതുപോലെ ബ്ലൂവിന് നേരെ ബ്ലൂവിന്റെ നമ്പർ വരുന്നത് 6 എന്ന് എഴുതി, 56 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് തേർഡ് ഡിജിറ്റ്, ദ തേർഡ് ബാൻഡ് indicates the decimal multiplier. തേർഡ് ബാൻഡ് അല്ലെങ്കിൽ തേർഡ് കളർ കാണിക്കുന്നത് the decimal multiplier ആണ്. അതായത് 56 into 10 raised to ഒരു വാല്യൂ, ആ 10 raised to ഏത് മൾട്ടിപ്ലയർ ആണ് വരുന്നത് എന്ന് കാണിക്കുന്നതാണ് ഈ തേർഡ് റിംഗ്. ഇവിടെ തേർഡ് റിംഗിന്റെ കളർ വരുന്നത് ഓറഞ്ച് കളർ ആണ്. അപ്പൊ ഓറഞ്ച് കളറിന് നേരെ വരുന്ന ആ ഡെസിമൽ മൾട്ടിപ്ലയർ നോക്കുക, 10 raised to 3 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ 56 എന്നുള്ള വാല്യൂവിനെ 10 raised to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇൻടു 10 raised to 3. അപ്പൊ ഇതാണ് ഈ റെസിസ്റ്റൻസിന്റെ ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ, 56 into 10 raised to 3 എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ 2 കളേഴ്സ് ആദ്യത്തെ 2 ഡിജിറ്റ്സ് ആണ്. അപ്പൊ ഈ കളേഴ്സിന്റെ ഓർഡർ നമുക്ക് ഓർത്ത് വെക്കണം. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് ആ കളേഴ്സ് എഴുതാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും, അതിന്റെ വാല്യൂസ് എഴുതാനായിട്ട് സാധിക്കും. 56 തേർഡ് കളർ അതിന്റെ മൾട്ടിപ്ലയർ ആണ്. ആ മൾട്ടിപ്ലയറിന്റെ വാല്യൂ ഇൻടു 10 raised to 3 എന്ന് എഴുതി. ഇനി ഫോർത്ത് റിംഗ് കാണിക്കുന്നത്, ഫോർത്ത് ബാൻഡ് കാണിക്കുന്നത് അതിന്റെ ടോളറൻസ് ആണ്. ഇവിടെ ഇത് ഒരു ഗോൾഡ് കളർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഗോൾഡിന് നേരെ വരുന്ന വാല്യൂ ഇവിടെ 5 ആണ്. സോ ദ ലാസ്റ്റ് ബാൻഡ് സ്റ്റാൻഡ്സ് ഫോർ ടോളറൻസ്. അപ്പൊ അവസാനത്തെ ബാൻഡ് ടോളറൻസ് ആണ്. ഇവിടെ ടോളറൻസ് ഗോൾഡ് ആയതുകൊണ്ട് 5% ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം എഴുതാം, പ്ലസ് ഓർ മൈനസ് 5%. ഈ ടോളറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ 56 into 10 raised to 3 ആണ്. അതായത് 56,000 എന്ന് നമുക്ക് പറയാം. അപ്പൊ 56,000, ഈ 56,000ന്റെ 5%, അതായത് 56 into 5/100 ചെയ്താൽ ആ വാല്യൂ നമുക്ക് കിട്ടും. അത്രയും വാല്യൂ ഈ വാല്യൂവിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യാം. 56,000നേക്കാളും അതിന്റെ 5% വരെ ഈ വാല്യൂ ചിലപ്പോൾ കൂടിയേക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിസ്റ്റർ ആണിത്. അപ്പൊ അതിന്റെ വാല്യൂ കറക്റ്റ് 56,000 തന്നെ ഷാർപ്പ് വാല്യൂവിൽ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അതിന് ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. ഒരു പക്ഷേ 5% അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 56,000നേക്കാളും 5% വാല്യൂ കൂടുതലായേക്കാം. അതല്ലെങ്കിൽ 56,000നേക്കാളും 5% വാല്യൂ കുറഞ്ഞേക്കാം.
അപ്പൊ ആ ഒരു റേഞ്ചിൽ കുറയാനും കൂടാനും ഒരു സാധ്യതയുണ്ട്. അതാണ് ഈ ടോളറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഗോൾഡിന് പകരം സിൽവർ കളർ ആണെങ്കിൽ 10% വേരിയേഷൻ വരും, 10%. അതായത് 56,000ന്റെ 10% എന്ന് പറയുമ്പോൾ 5,600 വരും. അപ്പോ 5,600 ഇത്രയും ഓംസ് വേണമെങ്കിൽ അതിന്റെ വാല്യൂ കൂടാം, അല്ലെങ്കിൽ അത്രത്തോളം ഓംസ് വാല്യൂ അതിൽ നിന്ന് കുറയുകയും ചെയ്യാം. അപ്പൊ എപ്പോഴും ഈ നൺ എന്നുദ്ദേശിക്കുന്നത് നോ കളർ, അതായത് ചില റെസിസ്റ്റേഴ്സിൽ 4ാമത്തെ റിംഗ് ഉണ്ടായിരിക്കുകയില്ല, അവിടെ 3 റിംഗ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ 4ാമത്തെ കളർ അവിടെ റിംഗ് ഒന്നുമില്ല, കളേഴ്സ് ഇല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടോളറൻസ് ഏറ്റവും കൂടുതലാണ്, 20%. അതായത് ശരിക്കുള്ള വാല്യൂവിനേക്കാളും 20%-നേക്കാളും വാല്യൂ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതായത് വാരിയേഷൻ വളരെ അധികം വരാൻ സാധ്യതയുള്ളതാണ് അത്തരം റെസിസ്റ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്യുറസി കുറവായിരിക്കും. അപ്പൊ എപ്പോഴും ടോളറൻസ് ഏറ്റവും കുറവുള്ള ഈ ഗോൾഡ് കളറുള്ള റിംഗ്സ് ആണെങ്കിൽ അതിന് ആക്യുറസി കുറയും കൂടി കൂടുതലായിരിക്കും അത്തരം റെസിസ്റ്റേഴ്സിന് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ ഡിറ്റർമിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് കളർ ബ്രൗൺ ആണ്, അപ്പൊ ബ്രൗണിന് നേരെയുള്ള ഡിജിറ്റ് 1. ദെൻ സെക്കൻഡ് കളർ ബ്ലാക്ക് ആണ്, ബ്ലാക്കിന് നേരെ വരുന്ന ഡിജിറ്റ് 0. അപ്പൊ ആ ഫസ്റ്റ് രണ്ട് കളേഴ്സും ഫസ്റ്റ് ഡിജിറ്റ്സ് ആണ്. അപ്പൊ 1 0 10 എന്ന് നമ്മൾ എഴുതി. ഇനി തേർഡ് റിംഗ് ഇവിടെ വരുന്നത് ബ്രൗൺ കളർ തന്നെയാണ്. അപ്പൊ അതിന് നേരെ വരുന്ന ഡെസിമൽ മൾട്ടിപ്ലയർ 10⁻⁴ ആണ്. അപ്പൊ 10 × 10⁻⁴. പിന്നെ ഗോൾഡ് ആണ് കളർ, അപ്പൊ അതിന്റെ 5% ആണ്. അപ്പൊ 10 × 10⁻⁴ പ്ലസ് ഓർ മൈനസ് 5%. 10 × 10⁻⁴ പ്ലസ് ഓർ മൈനസ് 5% എന്ന് നമുക്ക് വാല്യൂ എഴുതാം. അപ്പൊ ഇതില് ഫസ്റ്റ് കളർ ബ്രൗൺ, ബ്രൗണിന് നേരെ 1 എന്ന് എഴുതി. ദെൻ ബ്ലാക്ക്, ബ്ലാക്കിന്റെ നേരെയുള്ള വാല്യൂ 10, അപ്പൊ 10 എന്ന് കിട്ടി. മൂന്നാമത്തെ റിംഗ് ബ്രൗൺ തന്നെയാണ് വന്നത്, അപ്പൊ ബ്രൗൺ ആയതുകൊണ്ട് ബ്രൗണിന് നേരെ 10⁻⁴ ആണ്, അപ്പൊ × 10⁻⁴ എന്ന് എഴുതി. ഫോർത്ത് കളർ ഗോൾഡ് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് അതിന്റെ ടോളറൻസ് 5% ആണ്, പ്ലസ് ഓർ മൈനസ് 5% എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ റെസിസ്റ്റൻസ് നോക്കാം. ഇവിടെ എല്ലാം റെഡ് കളേഴ്സ് ആണ്, നാലാമത്തെ കളർ മാത്രം ഗോൾഡ്. അപ്പൊ റെഡിന് നേരെയുള്ള വാല്യൂസ് നോക്കാം. ഇവിടെ 2 ആണ്, രണ്ടാമത്തെയും 2 തന്നെയാണ്, അപ്പോ 2 2, അതായത് 22 എന്ന് കിട്ടി. ഇനി അതിന് നേരെയുള്ള മൾട്ടിപ്ലയർ മൂന്നാമത്തേതും റെഡ് കളർ തന്നെയാണ്, അപ്പൊ 22 × 10⁻² പ്ലസ് ഓർ മൈനസ് 5% എന്ന് എഴുതാം. 22 × 10⁻² പ്ലസ് ഓർ മൈനസ് 5%. എല്ലാം റെഡ് കളർ ആണ്. റെഡിന് നേരെയുള്ള ഫസ്റ്റ് കളർ അതിന്റെ ഡിജിറ്റ് 2 എന്ന് എഴുതി. രണ്ടാമത്തെയും റെഡ് തന്നെ, അപ്പൊ 22 എന്ന് എഴുതി. മൂന്നാമത്തെയും റെഡ് തന്നെയാണ്, അതിന്റെ മൾട്ടിപ്ലയർ വന്നത് 10⁻², അപ്പൊ 22 × 10⁻² പ്ലസ് ഓർ മൈനസ് 5%. Sometimes this last band is absent and that indicates a tolerance of 20%. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നാലാമത്തെ ബാൻഡ് ചില കേസുകളിൽ ഉണ്ടാവുകയില്ല. അപ്പൊ അത് ടോളറൻസ് ഉദ്ദേശിക്കുന്നത് 20% ആണ് ടോളറൻസ് വരുന്നത്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിന് B.B. Roy of Great Britain has a very good wife. ഒരു ഓർഡറിൽ പഠിക്കാൻ എളുപ്പത്തിന് B.B. Roy of Great Britain has a very good wife എന്നുള്ള ഒരു സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടായിരിക്കും. B.B. Roy ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. B.B. Roy of Great, ഗ്രേറ്റ് G ഉദ്ദേശിക്കുന്നു, ബ്രിട്ടൻ B, has a very good wife. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് ഓർത്ത് വെച്ചാല് നിങ്ങൾക്കത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. കളേഴ്സിന്റെ ഓർഡർ, അത് ഡിജിറ്റ് വരുന്നത് 0 മുതൽ 9 വരെ കണ്ടിന്യൂസ് ആയിട്ടാണ്. മൾട്ടിപ്ലയറും ഇതുപോലെ 10⁻⁴ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലാക്ക് 1 നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലയറും അതുപോലെ തന്നെ 10⁻⁴ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 10⁻⁹ വരണം. ഇനി അഥവാ ഗോൾഡും സിൽവറും ഫോർത്ത് കളറിൽ തേർഡ് റിംഗിൽ ഗോൾഡോ സിൽവറോ വന്നാൽ മാത്രം ഈ രണ്ട് 10⁻⁻1 10⁻⁻2 ഉപയോഗിക്കേണ്ടി വരും. അത് സാധാരണ നമുക്ക് അധികം യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. Then multipliers tolerance in the value 5, 10 and 20% gold, silver, and if there is no color it is 20%. Now combination of resistors. Resistors series ആയിട്ടും parallel ആയിട്ടും നമുക്ക് combine ചെയ്യാം. നമ്മൾ മുന്നേ capacitors in series and parallel പഠിച്ചു. അതുപോലെ resistors in series and parallel combination. First we are considering resistors in series. Three resistors R1, R2 and R3 are connected in series. മൂന്ന് resistors series ആയിട്ട് connect ചെയ്തു. അതിന് across ഒരു potential നമ്മൾ apply ചെയ്തിട്ടുണ്ട്. V ആണ് potential. ഒരു current I ഈ മൂന്ന് റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്നു.
സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഈ മൂന്ന് റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. കറണ്ട് സെയിം ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഈ ടോട്ടൽ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ V ആണ്. അതിൽ V1 എന്നുള്ള പോർഷൻ R1ൽ ഡ്രോപ്പ് ചെയ്യുന്നു, V2 R2വിലും V3 R3ലും ഡ്രോപ്പ് ചെയ്യുന്നു. ഇൻ സീരീസ് കണക്ഷൻ the same current pass through all resistors. എല്ലാത്തിലും ഒരേ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. The potential drop is different for each resistor. മൂന്ന് റെസിസ്റ്ററിലെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിഫറെന്റ് ആണ്. Then we can write V is equal to V1 plus V2 plus V3. മൂന്നിലെയും പൊട്ടൻഷ്യൽസ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ V കിട്ടും. അതായത് V is equal to V1 plus V2 plus V3. Now by Ohm's law V is equal to IR ആണ് Ohm's lawയുടെ ഇക്വേഷൻ. അപ്പൊ നമുക്കിനി കാണേണ്ടത് V1ന്റെ വാല്യൂ കാണണം. ഇവിടെ V1 എന്ന് പറയുന്നത് R1ലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം V1 is equal to IR1. V1 is equal to IR1. മൂന്നിലെയും കറണ്ട് സെയിം ആണ്, I ആണ്. റെസിസ്റ്റൻസ് ഇവിടെ R1 ആണ്. Then we can write V1 is equal to IR1. Similarly, V2 is equal to IR2 and V3 is equal to IR3. മൂന്നിലെയും കറണ്ട് സെയിം ആണ്, അതുകൊണ്ട് കറണ്ട് I എന്ന് തന്നെ എടുക്കും. റെസിസ്റ്റൻസിന്റെ വാല്യൂവിനനുസരിച്ച് R1, R2 എന്ന R3 എന്ന് എഴുതി. ഈ വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we get V is equal to IR1 plus IR2 plus IR3. This is equation number 1. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ മൂന്ന് റെസിസ്റ്റൻസിനെയും റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യാണ്. ആ സിംഗിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണോ അത്രയും വാല്യൂ വരുന്ന ഒരൊറ്റ റെസിസ്റ്റർ R ഇവിടെ കണക്ട് ചെയ്യണം. സെയിം പൊട്ടൻഷ്യൽ V തന്നെ, കറണ്ടും സെയിം അതേ കറണ്ട് I തന്നെ ഫ്ലോ ചെയ്യണം. If all the resistors are replaced with a single effective resistance R with the same potential V and current I, then we can write V is equal to IR. ഒരൊറ്റ റെസിസ്റ്റൻസേ ഉള്ളൂ, ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R വരുന്ന ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. പൊട്ടൻഷ്യൽ സെയിം തന്നെ, കറണ്ട് സെയിം തന്നെ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇവിടെ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡിലെ പൊട്ടൻഷ്യൽ വാല്യൂ സെയിം ആണ്, അതുകൊണ്ട് രണ്ടിന്റെയും റൈറ്റ് സൈഡ് നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. From equations 1 and 2 we can write IR is equal to IR1 plus IR2 plus IR3. കറണ്ട് ഐയുടെ ടേം I കോൺസ്റ്റന്റ് ആണ്, എല്ലാ ടേംസ് ഉണ്ട്, കോമൺ ടേം ആയതുകൊണ്ട് I നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഈ I ക്യാൻസൽ ചെയ്ത് പോകും. Then we get R is equal to R1 plus R2 plus R3. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ the effective resistance R is equal to R1 plus R2 plus R3. ഇനി n resistors ഉണ്ടെങ്കിലോ, if there are n resistors R1, R2 etc. up to Rn, then the equivalent resistance R is equal to R1 plus R2 plus etc. plus Rn. ഇനി ഈ എല്ലാ റെസിസ്റ്റൻസിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ, 10 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 10ന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ വരുന്നത് R plus R plus R plus അങ്ങനെ 10 ടൈംസ് 10 ടൈംസ് നമ്മൾ R പ്ലസ് ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് we get NR. 10 റെസിസ്റ്റേഴ്സ് R വാല്യൂ ഉള്ളതാണെങ്കിൽ 10 into R എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അതായത് ഓരോ റെസിസ്റ്റൻസും ഇപ്പോൾ 2 ohms വീതമുള്ള റെസിസ്റ്റേഴ്സ് ആണ്. 2 ohm റെസിസ്റ്റൻസ് 10 എണ്ണം നമ്മൾ കണക്ട് ചെയ്താൽ 10 into 2 that's equal to 20 ohm ആയിരിക്കും അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് വരുന്നത്. Now resistors in parallel. Here 3 resistances R1, R2 and R3 are connected in parallel. അതിന് across ഒരു പൊട്ടൻഷ്യൽ V അപ്ലൈ ചെയ്തിരിക്കുന്നു. ഒരു പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് in parallel connection the potential drop across all resistors are same but the currents through each resistor are different. മൂന്ന് റെസിസ്റ്റൻസിലും ഒരേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്, Vയുടെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ വെച്ച് കറണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. I1 passes through R1, then I2 through R2 and I3 through R3. മൂന്ന് റെസിസ്റ്റൻസിലെയും കറണ്ടിന്റെ വാല്യൂ I1, I2 and I3 ഡിഫറെന്റ് വാല്യൂസ് ആണ്. Then we can write I is equal to I1 plus I2 plus I3. ഇനി I1, I2 and I3 യുടെ വാല്യൂസ് നമുക്ക് കിട്ടണം. By Ohm's law V is equal to IR ആണ്. Then we can write I is equal to V by R. ഇവിടെ I1 എന്നത് R1 ന് across ഉള്ള കറണ്ട് ആണ് I1. അപ്പൊ I1 എഴുതുമ്പോൾ we can write V by R1. V എന്നത് മൂന്ന് റെസിസ്റ്റൻസിലും സെയിം ആയതുകൊണ്ട് V എന്ന് എഴുതിയാൽ മതി. Then I1 is equal to V by R1. Similarly, I2 is equal to V by R2 and I3 is equal to V by R3. ഈ മൂന്ന് വാല്യൂസും ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we get I is equal to V by R1 plus V by R2 plus V by R3. This is equation number 1.
നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ 3 റെസിസ്റ്റേഴ്സും റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണോ അതേ വാല്യൂ വരുന്ന ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ഇതിന് പകരം കണക്ട് ചെയ്യുന്നു. ആ സിംഗിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ R എന്നെടുക്കാം. സെയിം പൊട്ടൻഷ്യൽ തന്നെ അപ്ലൈ ചെയ്യുന്നു. കറണ്ട് I എന്നുള്ള കറണ്ട് തന്നെ ഫ്ലോ ചെയ്യുന്നു. That is, if 3 resistors are replaced by a single resistor of effective resistance R with the same potential V and current I, we can write I is equal to V by R. അപ്പോൾ 3 റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് R എന്നത്. അപ്പൊ ഇവിടെ രണ്ടിലും കറണ്ട് ഐയുടെ വാല്യൂ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഫ്രം ഇക്വേഷൻസ് 1 and 2, V by R is equal to V by R1 plus V by R2 plus V by R3. അപ്പൊ ഇവിടെ V എന്നത് കോമൺ ടേം ആണ്. V നമുക്ക് ക്യാൻസൽ ചെയ്യാം. Then we get 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത് 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും കുറവായിരിക്കും. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ റെസിസ്റ്റേഴ്സ് അതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനേക്കാളും ചെറുതായിരിക്കും ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ പാരലൽ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാനാണ്. കപ്പാസിറ്റൻസ് നമ്മൾ ചെയ്ത സമയത്ത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യായിരുന്നു. C1 plus C2 plus C3 എന്നാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ നമുക്ക് അതിന്റെ നേരെ തിരിച്ചുള്ള ഒരു ആൻസർ ആണ് വരുന്നത്. റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ട് റെസിസ്റ്റൻസേ ഉള്ളെങ്കിൽ 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് വരും. അപ്പൊ അതിന്റെ LCM കാണുമ്പോൾ നമുക്ക് LCM കണ്ടതിന് ശേഷം 1 by R കിട്ടും. അതിന്റെ റെസിപ്രോക്കൽ R എടുക്കുമ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് R is equal to R1 R2 divided by R1 plus R2. അപ്പൊ രണ്ട് റെസിസ്റ്റൻസ് മാത്രം പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിന് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. R is equal to R1 R2 divided by R1 plus R2. If there are n resistors ഉണ്ടെങ്കിൽ 1 by R is equal to 1 by R1 plus 1 by R2 plus etc. plus 1 by Rn. Now we are discussing cells internal resistance and EMF. First we will see what is a cell. ഒരു സെൽ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്റ്റഡി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സെൽ അല്ലെങ്കിൽ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യണം. A simple device which maintain a steady current in an electric circuit is called the electric circuit. ഒരു സർക്യൂട്ടിലെ സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്നതാണ് സെൽ. ഇതൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ പിക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സെല്ലിൽ നോക്കിയാൽ അവിടെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും. ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. നമ്മൾ അതിനെ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് രണ്ട് ഇലക്ട്രോഡ്സ് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടായിരിക്കും. അതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. ബേസിക്കലി എ സെൽ ഹാസ് ടു ഇലക്ട്രോഡ്സ് കോൾഡ് ദ പോസിറ്റീവ് P ആൻഡ് നെഗറ്റീവ് N. They are immersed in an electrolytic solution. ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് അത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു. Then the electrodes exchange charges with the electrolyte. അപ്പൊ ഇലക്ട്രോലൈറ്റിലൂടെയാണ് ഇവിടെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. ഈ നെഗറ്റീവ് അയോൺസ് ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിലൂടെ ഈ ഇലക്ട്രോൺസിന്റെ ഇടയിൽ ചാർജ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നു. അങ്ങനെയാണ് ഒരു സെല്ലിന്റെ വർക്കിംഗ് വരുന്നത്. നെക്സ്റ്റ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ R. The resistance offered by the electrolyte to the flow of current through it is called internal resistance of the cell. അതായത് ഈ ഇലക്ട്രോലൈറ്റിലൂടെ ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഈ ഇലക്ട്രോലൈറ്റിലൂടെ ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെ അയോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോലൈറ്റ് ആ അയോൺസ് ഫ്ലോ ചെയ്തിട്ടാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. ആ കറണ്ട് ഫ്ലോയ്ക്ക് ആ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു സെല്ല് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കറണ്ട് ഫ്ലോ തുടങ്ങി കഴിഞ്ഞാൽ ആ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി നമുക്ക് സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ആ റെസിസ്റ്റൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് സെല്ലിന്റെ ഇന്റേണൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്ത് സെല്ലിലൂടെ കറണ്ട് ഫ്ലോ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആറും കൂടി ആ സർക്യൂട്ടിൽ വരുന്നു. നെക്സ്റ്റ്, EMF ഓർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്, അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യലിന്റെ ഒരു വ്യത്യാസമാണ് EMF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട്
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് കൃത്യമായിട്ട് ആ ഒരു ആശയം മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന ഒരു പേര് നൽകിയതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്, ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ വോൾട്ട്. വോൾട്ടിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. The EMF E is the potential difference between the positive and negative electrodes of a cell in an open circuit. That is when no current is flowing through the cell. അതായത് ഒരു സെല്ല് നമ്മൾ കണ്ടു, സെല്ലിനകത്ത് രണ്ട് ഇലക്ട്രോഡ്സ്, പോസിറ്റീവ് ഇലക്ട്രോഡ്സും നെഗറ്റീവ് ഇലക്ട്രോഡ്സും ഉണ്ട്. ആ രണ്ട് ഇലക്ട്രോഡുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ്. ഇതൊരു സെല്ലാണ്, ഈ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്, ഈ ഭാഗം പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ഇലക്ട്രോഡിനും നെഗറ്റീവ് ഇലക്ട്രോഡിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ an ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് ടെർമിനൽസും നമ്മൾ എവിടെയും കണക്ട് ചെയ്തിട്ടില്ല. ദിസ് ബാറ്ററി അല്ലെങ്കിൽ സെല്ല് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കറണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇത് നമ്മൾ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത്, ഒരു ബൾബിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടായി. നൗ ഇറ്റ് ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. അങ്ങനെ ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കുന്ന സമയത്ത് അതിലെ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള, അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിനും നെഗറ്റീവ് ഇലക്ട്രോഡിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. The EMF E is the potential difference between the positive and negative electrodes of a cell in an open circuit. That is when no current is flowing through the cell. ഇത് നമ്മൾ കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഇതിനകത്തുകൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങിയിട്ടില്ല. കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതായത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് രണ്ട് ഇലക്ട്രോഡുകൾക്കും ഇടയിൽ, അതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. Note that E is actually a potential difference and not a force. നമ്മൾ നേരത്തെ പറഞ്ഞു, this is not a force, it is only potential difference. Now voltage. ഇപ്പൊ EMF വോൾട്ടേജ് നമ്മൾ രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ EMF എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. Next, what is voltage? The voltage V is the potential difference between the positive and negative electrodes of a cell in a closed circuit. That is when current is flowing through the cell. ഈ സെല്ല് നമ്മൾ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു. ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ബൾബിലേക്കാണ്, ഒരു ചെറിയൊരു ബൾബ്, ആ ബൾബ് കത്താനാണ് ഈ ബാറ്ററി കണക്ട് ചെയ്തതെങ്കിൽ ആ ബൾബിന്റെ റെസിസ്റ്റൻസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഡിവൈസിലേക്ക് ഈ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നു. ഈ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടിയും അവിടെ കണക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ EMF ഈ രണ്ട് പോയിന്റുകൾക്കും ഇടയിൽ, രണ്ട് ടെർമിനലുകൾക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇരിക്കുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കും ഇടയിൽ വരുന്ന ആ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കറണ്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത്, ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കിയ സമയത്ത് രണ്ട് ടെർമിനലുകൾക്കും അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾക്കും ഇടയിൽ വരുന്ന പൊട്ടൻഷ്യലിന്റെ വ്യത്യാസമാണ് വോൾട്ടേജ്. The voltage is the potential difference between the positive and negative electrodes of a cell in a closed circuit. That is when current is flowing through the cell. അപ്പൊ ഇവിടെ in an open circuit ആണ്, when no current is flowing through the cell ആണ്. ഇവിടെ in closed circuit ആണ്, that is when current is flowing through the cell. ഈ ഒരു വ്യത്യാസം വരാൻ കാരണം കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പൊട്ടൻഷ്യലിന് വ്യത്യാസം വരും. നെക്സ്റ്റ്, റിലേഷൻ കണക്ടിങ് EMF ആൻഡ് വോൾട്ടേജ്. EMFനെയും വോൾട്ടേജിനെയും കണക്ട് ചെയ്യുന്ന E ആൻഡ് V, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഒരു സെല്ല് എന്ന് പറയുമ്പോൾ സെല്ലിന് നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പോസിറ്റീവ് കാണിക്കാനായിട്ട് വലിയ ലൈനും നെഗറ്റീവ് ടെർമിനൽ കാണിക്കാനായിട്ട് സ്മോൾ ലൈനും നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് ഒരു സെല്ലിന്റെ സിമ്പിൾ വരുന്നത്. അപ്പൊ ഈ സെൽ എന്ന് പറയുന്നത് സെല്ലിനകത്ത് ഓൾറെഡി ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ഓൾറെഡി ഉണ്ട്. ഇത് നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, ഒരു ഡിവൈസിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു, അതിന്റെ റെസിസ്റ്റൻസ് ആണ് R എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിലേക്കാണോ ഇത് കണക്ട് ചെയ്യുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ആണ് R. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ R, അത് സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മളിതൊരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന് പകരമാണ് ഈ E ആൻഡ് R ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, we have to find the current. Current I is equal to EMF by total resistance. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഓംസ് ലോയിൽ I is equal to V by R ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് EMF, അതായത് ടോട്ടൽ ആയിട്ടുള്ള ഇവിടെ വോൾട്ടേജ്, ടോട്ടൽ EMF നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ I is equal to EMF divided by total resistance. EMFന്റെ സിമ്പൽ E കൊടുത്തു. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്മോൾ r ഉണ്ട്, നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് R ഉം ഉണ്ട്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r എന്ന് എടുക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പ്രകാരം എഴുതാം,
E is equal to I into R plus R എന്ന് വരും. E is equal to I into capital R plus small r. ഇതിനെ I കൊണ്ട് രണ്ടിനെയും multiply ചെയ്യുമ്പോൾ we can write E is equal to IR plus I small r. Then I into R എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിൽ വരുന്ന വോൾട്ടേജ് ആണ്. അതിനെയാണ് നമ്മൾ V എന്ന് വിളിക്കുന്നത്. Ohm's law V is equal to IR. Then we can write E is equal to IR എന്നതിന് പകരം V എന്ന് എഴുതി. That is E is equal to V plus IR. So this is the equation connecting EMF E and potential V. We can also write V is equal to E minus IR. Potential V is equal to voltage V is equal to EMF minus I into R എന്നും എഴുതാം. അപ്പൊ ഇക്വേഷൻ ഓർത്ത് വെക്കണം. പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ E എന്നത് EMF ആണ്. V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. I കറണ്ട്, R എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ ആണ്. ഇവിടെ ക്യാപിറ്റൽ V എന്നത് I into R ആണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് R. I into R ആണ് ഈ V യുടെ വാല്യൂ ഇവിടെ വരുന്നത്. നെക്സ്റ്റ് സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഒന്നിലധികം സെല്ലുകൾ സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ കണക്ട് ചെയ്യാണ്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് സെൽസ് ഇൻ സീരീസ്. ഇവിടെ രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. E1 ആൻഡ് E2 ആണ് അതിന്റെ EMF വരുന്നത്. അപ്പൊ ഏത് സെല്ലിനായാലും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് R1 ആൻഡ് R2 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റേണൽ ടോട്ടൽ EMF വരുന്നത് EQ is equal to E1 plus E2 ആണ്. അപ്പൊ നമ്മൾ സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലന്റ് EMF വരുന്നത് E1 plus E2. എല്ലാത്തിന്റെയും EMFകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് REQ വരുന്നത് R1 plus R2 എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ EMFകൾ ആഡ് ചെയ്യുക. അതുപോലെ ഇന്റേണൽ റെസിസ്റ്റൻസും അഡിറ്റീവ് ആയിട്ട് വരും. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിന്റെ എല്ലാം ഇന്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക. The equivalent EMF of a series combination of n cells is just the sum of their individual EMF. അപ്പൊ എല്ലാ ഇൻഡിവിജ്വൽ EMFസും കൂടി ആഡ് ചെയ്യണം. Then equivalent internal resistance of a series combination of n cells is just the sum of their internal resistance. അതായത് എല്ലാ ഇന്റേണൽ റെസിസ്റ്റൻസുകളും കൂടി ആഡ് ചെയ്യണം. നെക്സ്റ്റ് സെൽസ് ഇൻ പാരലൽ. ഇവിടെ രണ്ട് സെൽസ് E1 ആൻഡ് E2 പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത് 1/REQ. ഇന്റേണൽ റെസിസ്റ്റൻസുകളുടെ ഈക്വലന്റ് വാല്യൂ വരുന്നത് 1/REQ is equal to 1/R1 plus 1/R2. അതായത് റെസിസ്റ്റൻസ് R1 ഉം R2 ഉം ഇവിടെ പാരലൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പാരലൽ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ 1/REQ is equal to 1/R1 plus 1/R2. ഇനി EMF-ന് ഇങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കുക. EEQ is equal to EEQ divided by REQ is equal to E1 by R1 plus E2 by R2. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് EEQ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് സെൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇഫക്റ്റീവ് EMF കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. EEQ by REQ is equal to E1 by R1 plus E2 by R2.